നമസ്കാരം. PSC ടോക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കുന്നത് കുറച്ച് പുരസ്കാരങ്ങളാണ്. നമ്മളിവിടെ പഠിക്കുന്നത് PSCയുടെ സിലബസിൽ തന്നെ തന്നിട്ടുണ്ട്, പുരസ്കാരങ്ങൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ശ്രദ്ധിക്കുക. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത് 2001 എന്നാണ് ഏർപ്പെടുത്തിയത്. 2001 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇത് എന്തിനാണ് നൽകുന്നത്? സമഗ്ര സംഭാവനകൾക്ക്, ഒരു പ്രത്യേക കൃതിക്കായിട്ടുള്ള നൽകുന്നത്. പൊതുവെ സമഗ്ര സംഭാവനകൾക്കാണ് എന്ത് നൽകുന്നത്? മാതൃഭൂമി പുരസ്കാരം നൽകുന്നത്. അപ്പോൾ മാതൃഭൂമി പുരസ്കാരം ഏർപ്പെടുത്തിയത്, സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത് 2001 സമഗ്ര സംഭാവനകൾക്കാണ് ഇത് നൽകുന്നത്. എന്നാൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക 3 ലക്ഷമാണ്. എത്രയാണ്? 3 ലക്ഷം. എത്രയാണ്? 3 ലക്ഷമാണ്. ആദ്യമായി ലഭിച്ച വ്യക്തി, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തിയാണ് തിക്കൊടിയൻ. ആരാണ്? തിക്കൊടിയൻ. ആരാണ്? തിക്കൊടിയൻ എന്നാണ് ലഭിക്കുന്നത് 2002 2001 ഏർപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്നാണ് 2002. അപ്പൊ ആദ്യം ലഭിച്ച വ്യക്തി ആരാണ്? തിക്കൊടിയൻ, 2002. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാര്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? MV ദേവൻ. ആരാണ്? MV ദേവൻ. ആരാണ്? MV ദേവൻ എന്നാണ് 2003 എന്നാണ് 2003 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത എം ലീലാവതി എന്നാണ് 2012. ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിതയാണ് സുഗതകുമാരി എന്നാണ് 2014. ഇനി ശ്രദ്ധിക്കുക, 2017 ആർക്കെന്ന് ചോദിച്ചാൽ MK സാനു. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2017 MK സാനു. 2018 NS മാധവൻ. 2018 NS മാധവനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2019 UA ഖാദർ. 2019 ആർക്കാണ്? UA ഖാദറിനാണ്. 2020 ആർക്കെന്ന് ചോദിച്ചാൽ K സച്ചിദാനന്ദൻ. 2020 K സച്ചിദാനന്ദനാണ്. അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2001 ഏർപ്പെടുത്തിയത്. സമഗ്ര സംഭാവനകൾക്കാണ് ഇത് നൽകുന്നത്. ഇതിന്റെ സമ്മാന തുക 3 ലക്ഷം രൂപയാണ്. എന്നാൽ ആദ്യം ലഭിച്ച വ്യക്തി തിക്കൊടിയൻ 2002. രണ്ടാമത് ലഭിച്ച വ്യക്തി MV ദേവനാണ്. MV ദേവൻ 2003. ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ M ലീലാവതി 2012. രണ്ടാമത്തെ വനിത സുഗതകുമാരി 2014. 2017 MK സാനു. 2018 NS മാധവൻ. 2019 UA ഖാദർ. 2020 K സച്ചിദാനന്ദൻ. അടുത്തു പറയുന്ന പ്രധാനപ്പെട്ട പുരസ്കാരമാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം. നോക്കിയാണ്, സമഗ്ര സംഭാവനകൾക്കാണ് എന്ത് നൽകുന്നത്? മുട്ടത്ത് വർക്കി പുരസ്കാരം. സമഗ്ര സംഭാവനകൾക്കാണ് എന്ത് നൽകുന്നത്? മുട്ടത്ത് വർക്കി പുരസ്കാരം. ഇത് ഏർപ്പെടുത്തിയത് 1992 മുട്ടത്ത് വർക്കി പുരസ്കാരം ഏർപ്പെടുത്തിയത്. എന്നാണ് 1992. ഈ മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ OV വിജയനാണ്. ആരാണ്? OV വിജയനാണ് ആദ്യമായി ലഭിച്ച വ്യക്തി. എന്നാണ് 1992. എന്നാണ് 1992. രണ്ടാമതായി ലഭിച്ച വ്യക്തി, മുട്ടത്ത് വർക്കി പുരസ്കാരം രണ്ടാമത് ലഭിച്ച വ്യക്തി വൈക്കം മുഹമ്മദ് ബഷീർ. ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറിനാണ്. എന്നാണ് 1993. അപ്പോൾ സമഗ്ര സംഭാവനകൾക്കാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം നൽകുന്നത്. 1992 ഏർപ്പെടുത്തിയത്. ആദ്യമായി ലഭിച്ചത് OV വിജയൻ 1992. രണ്ടാമതായി ലഭിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ 1993. എന്നാൽ മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ കമല സുരയ്യ. മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് കമല സുരയ്യ. ആരാണ്? കമല സുരയ്യ. എന്നാണ് 2006. എന്നാൽ മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിതയാണ് P വത്സല. ആരാണ്? P വത്സല. എന്നാണ് 2010. അപ്പൊ ആദ്യ വനിത കമല സുരയ്യ 2006. മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിത P വത്സല 2010. ഇനി 2017 TV ചന്ദ്രൻ. 2017 TV ചന്ദ്രന്റെ പൊന്തന്മാടെ ആധാരമാക്കിയാണ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇന്ന് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കൃതിയെ എടുത്ത് പറഞ്ഞാണ് നൽകിയത്. എന്താണ്? പൊന്തന്മാട എന്ന് പറയുന്ന കൃതിയെ ആസ്പദമാക്കി.
അപ്പൊ 2017 TV ചന്ദ്രൻ. എന്നാൽ 2018 KR മീര, അതുപോലെ തന്നെ ആരാച്ചാർ എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് കൊടുത്തത്. കേട്ടാ, KR മീരയ്ക്ക് ആരാച്ചാർ എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് കൊടുത്തത്. എന്നാൽ 2019 ആർക്കെന്ന് ചോദിച്ചാൽ ആർക്കാണ്? ബെന്യാമിൻ. 2019 ബെന്യാമിനാണ്. അപ്പോ സമഗ്ര സംഭാവനകൾക്കാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം നൽകുന്നത്. 1992 ഏർപ്പെടുത്തിയത്. ആദ്യമായി ലഭിച്ചത് മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് OV വിജയൻ 1992. രണ്ടാമതായി ലഭിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ വക്കം മുഹമ്മദ് ബഷീർ ആണ്, 1993. ആദ്യം ലഭിച്ച വനിതയാരെന്ന് ചോദിച്ചാൽ കമല സുരയ്യ 2006. രണ്ടാമത് ലഭിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ P വത്സലയാണ്, 2010. മുട്ടത്ത് വർക്കി പുരസ്കാരം 2017 TV ചന്ദ്രൻ, 2018 KR മീര, 2019 ആർക്കാണ്? ബെന്യാമിൻ. 2019 ആർക്കാണ്? ബെന്യാമിനാണ്. അപ്പോൾ നമ്മൾ അടുത്ത് പറയുന്ന പുരസ്കാരമാണ് മൂർത്തി ദേവി പുരസ്കാരം. ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് എന്ത് ഏർപ്പെടുത്തിയത്? മൂർത്തി ദേവി പുരസ്കാരം നൽകുന്നത്. എന്താണ്? ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് അല്ലേ? ജ്ഞാനപീഠ പുരസ്കാരം നമ്മൾ അല്ലാതെ പഠിക്കണം കേട്ടാ. അപ്പോൾ ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് മൂർത്തി ദേവി പുരസ്കാരം നൽകുന്നത്. ശാന്തി പ്രസാദ് ജെയിനിന്റെ അമ്മയുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് മൂർത്തി ദേവി പുരസ്കാരം. അപ്പോൾ ആരാണ് ശാന്തി പ്രസാദ് ജെയിൻ? ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? ശാന്തി പ്രസാദ് ജെയിൻ. അപ്പോൾ ശാന്തി പ്രസാദ് ജെയിനിന്റെ അമ്മയുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് ഏത്? മൂർത്തി ദേവി പുരസ്കാരം. മൂർത്തി ദേവി പുരസ്കാരം ഏർപ്പെടുത്തിയത് 1961 എന്നാണ്? 1961. ഇതിന്റെ സമ്മാനത്തുക എത്രയാണ്? 4 ലക്ഷം രൂപ. സമ്മാനത്തുക എത്രയാണ്? 4 ലക്ഷം രൂപ. എന്നാൽ ഈ മൂർത്തി ദേവി പുരസ്കാരം നൽകി തുടങ്ങിയത് 1983 എന്നാണ്? 1983 മൂർത്തി ദേവി പുരസ്കാരം നൽകി തുടങ്ങിയത്. ഏർപ്പെടുത്തിയത് 61 നൽകി തുടങ്ങിയത് 83. മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ CK നാഗരാജ റാവു. ആരാണ്? CK നാഗരാജ റാവു. ആരാണ്? CK നാഗരാജ റാവു എന്നാണ് 1983 അല്ലെ? 83 നൽകി തുടങ്ങി, 83 കിട്ടി അല്ലേ? അപ്പോ അദ്ദേഹത്തിന്റെ കൃതി, നാഗരാജ റാവുവിന്റെ കൃതി ഏത് കൃതിക്കാണ് കിട്ടിയത്? പട്ടമഹാദേവി ശാന്തലദേവി. ഒരു കന്നഡ കൃതിയാണ്. എന്താണ്? പട്ടമഹാദേവി ശാന്തലദേവി. എന്താണ്? പട്ടമഹാദേവി ശാന്തലദേവി എന്ന കൃതിക്കാണ്, കന്നഡ കൃതിക്കാണ്. എന്നാൽ രണ്ടാമത് ലഭിച്ച വ്യക്തി, മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് വീരേന്ദ്രകുമാർ സക്ലേച്ച. ആരാണ്? വീരേന്ദ്രകുമാർ സക്ലേച്ച. ആരാണ്? വീരേന്ദ്രകുമാർ സക്ലേച്ച എന്നാണ് 1984 ഹിന്ദി സാഹിത്യത്തിനാണ് കിട്ടുന്നത്. 1984 ഹിന്ദി സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, വീരേന്ദ്രകുമാർ സക്ലേച്ചയ്ക്ക് കിട്ടുന്നത്. ഇനി മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാരെന്ന് ചോദിച്ചാൽ പ്രതിഭ റേ. ആരാണ്? പ്രതിഭ റേ. ആരാണ്? പ്രതിഭ റേ എന്നാണ് 1991. 1991. ഏത് കൃതിക്കാണ്? യജ്ഞസേനി എന്ന് പറയുന്ന ഒഡിയ കൃതിക്കാണ്. ഏത് കൃതിക്കാണ്? യജ്ഞസേനി എന്ന ഒഡിയ കൃതിക്കാണ്. ഇനി മൂർത്തി ദേവി പുരസ്കാരം 2017 ലഭിച്ചത് ജോയ് ഗോസ്വാമി. 2017 ലഭിച്ചത് ജോയ് ഗോസ്വാമി. 2017 ലഭിച്ചത് ജോയ് ഗോസ്വാമി. 2018 ലഭിച്ചിട്ടില്ല. 2019 മൂർത്തി ദേവി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ വിശ്വനാഥ് തിവാരി. 2019 വിശ്വനാഥ് തിവാരി. 2019 വിശ്വനാഥ് തിവാരി. ഏത് കൃതിക്കാണ്? അസ്ഥി ഓർ ഭക്തി എന്ന ഹിന്ദി കൃതിക്കാണ്. എന്താണ്? അസ്ഥി ഓർ ഭക്തി എന്ന ഹിന്ദി കൃതിക്ക്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ റിവൈൻഡ് ചെയ്യാം. മൂർത്തി ദേവി പുരസ്കാരം ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റാണ് ഇത് നൽകുന്നത്. ശാന്തി പ്രസാദ് ജെയിനിന്റെ അമ്മയുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് മൂർത്തി ദേവി പുരസ്കാരം. ഏർപ്പെടുത്തിയത് 1961 4 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. നൽകി തുടങ്ങിയത് 1983 ആദ്യമായി ലഭിച്ചത് CK നാഗരാജ റാവു 1983. ഏത് കൃതിക്കാണ്? പട്ടമഹാദേവി ശാന്തലദേവി എന്ന കന്നഡ കൃതിക്കാണ്. രണ്ടാമത് ലഭിച്ചത് വീരേന്ദ്രകുമാർ സക്ലേച്ച 1984 ഹിന്ദി സാഹിത്യത്തിനാണ്. ആദ്യം ലഭിച്ച വനിതയാരെന്ന് ചോദിച്ചാൽ പ്രതിഭ റേ. പ്രതിഭ റേ 1991 യജ്ഞസേനി എന്ന ഒഡിയ കൃതിക്കാണ് പ്രതിഭ റേക്ക് മൂർത്തി ദേവി പുരസ്കാരം ലഭിക്കുന്നത്. 2017 ജോയ് ഗോസ്വാമി. 2017 ജോയ് ഗോസ്വാമി. 2019 വിശ്വനാഥ് തിവാരി. 2019 വിശ്വനാഥ് തിവാരി. ഏത് കൃതിക്കാണ്? അസ്ഥി ഓർ ഭക്തി. അസ്ഥി ഓർ ഭക്തി എന്ന് പറയുന്ന ഹിന്ദി കൃതിക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ 3 അവാർഡുകൾ നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനും വരും, അതിൻ്റെ കൂടെ എന്തും വരും, പുരസ്കാരങ്ങളും നമ്മൾ പഠിക്കും. PSC ടോക്സ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.